എല്ലാ പ്രിയപ്പെട്ടവരുടെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണം ഉത്സവം ആഘോഷിച്ച ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഇപ്പോൾ സൈഫിനിസ് അത് പറയുകയും ചെയ്തു. കേരളത്തിലെ തന്നെ അത്യപൂർവം വാമന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഓണം പ്രമാണിച്ച് പുലർച്ചെ തന്നെ പ്രത്യേക ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരുന്നു. മഹാബലിയെ എഴുന്നള്ളിച്ചതിന് പിന്നാലെ 28 കറികളുള്ള ഓണസദ്യയും നടന്നു. വൈകിട്ട് പൂരത്തോടെയാണ് വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഓണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് സമാപനമാവുക. രാവിലെ 8 മണിയോടെ 9 ആനകളുടെ അകമ്പടിയോടെ വാമനമൂർത്തി മഹാബലി ആസ്ഥാനത്തേക്കെത്തി മഹാബലിയെ എതിരേറ്റു. തുടർന്ന് വായിക്കുരവിയുടെയും കൈക്കൊട്ടിപ്പാട്ടിന്റെയും അകമ്പടിയോടെ മഹാബലിയുടെ ഇഷ്ടദേവനായ ശിവന്റെ അമ്പലത്തിലേക്ക് ആനയിച്ചു. അവിടെ നിന്ന് വാമനമൂർത്തി ക്ഷേത്രത്തിലേക്കെത്തി. തുടർന്ന് 11 മണിയോടെ ഓണസദ്യ ആരംഭിച്ചു. നിലവിളക്ക് തെളിച്ച് തൂശനിലയിൽ ഗണപതിക്കും മഹാബലിക്കും സദ്യ വിളമ്പി. മന്ത്രി പി രാജീവ്, ബെന്നി ബഹനാൻ MP, തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവർ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചേർന്നാണ് ഓണസദ്യ വിളമ്പിയത്. ഇരുപത്തെട്ട് കൂട്ടം വിഭവങ്ങൾ ചേർന്ന സദ്യ കഴിക്കാൻ ആബാലവൃദ്ധം ജനങ്ങളെത്തി. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് അത്തം നഗറിൽ ഉയർത്താനുള്ള അത്തപതാക ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അന്നു മുതൽ ആരംഭിക്കുന്ന ആഘോഷമാണ് ഇന്ന് തിരുവോണ രാത്രിയോടെ സമാപിക്കുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.